السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ ഗാശിയ. സൂറത്തുൽ ഗാശിയ 88-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് സാധാരണ മലയാളികൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാക്ക്, മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ പള്ളികളിലും, നമ്മൾ GCC കൺട്രീസ് ആവട്ടെ മറ്റ് രാജ്യങ്ങളിലാവട്ടെ, വെള്ളിയാഴ്ച ജുമാക്ക് ഇത് പാരായണം ചെയ്യുന്നത് നമ്മൾ കേൾക്കാം. അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ പഠിക്കാൻ തന്നെ ആ ഗൗരവം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് പാരായണം ചെയ്യാൻ. വെള്ളിയാഴ്ച ഒരു ഉത്ബോധന സ്വഭാവമുള്ള ഈ സൂറത്തുൽ ആല, അടുത്ത സൂറത്തും അതുപോലെ തന്നെയാണ്. 87-ാമത്തെ സൂറത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ അങ്ങനെ പാരായണം ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതൊരു ഉത്ബോധന സ്വഭാവമാണ്. ഉത്ബോധിപ്പിക്കുകയും നമ്മളെ സ്വർഗ നരകങ്ങളെ പറ്റിയുള്ള രക്ഷാശിക്ഷകളെ പറ്റി, അതേപോലെ തന്നെ സ്വർഗത്തിലെ നമുക്ക് ലഭിക്കാനുള്ള സന്തോഷങ്ങളെ പറ്റിയും ശിക്ഷയുടെ ഗൗരവത്തെ പറ്റിയൊക്കെ പറയുന്ന സൂറത്താണ്. നമുക്ക് സൂറത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ തന്നെ ഒരു ചോദ്യമാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഒരു വലിയ വിപത്ത്. ഹദീസ് എന്ന് പറഞ്ഞാൽ വാർത്ത എന്നാണ്. ഇവിടെ ഒരു വൃത്താന്തം, ഒരു ന്യൂസ് നിനക്ക് കിട്ടിയോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഗാശിയ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവിക്കാൻ പോകുന്ന ഒരു മഹാവിപത്തിൻ്റെ, ഒരു ഭയാനകമായ ഒരു സന്ദർഭത്തിൻ്റെ, ഭയാനകമായ ഒരു വിപത്തിൻ്റെ വാർത്ത, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് വന്നെത്തിയോ? വുജൂഹു യൗമഇദിൻ ഖാശിഅ. അന്നത്തെ ദിവസം ഖുശൂ എന്ന പദം, ഖാശിഅ എന്നുള്ള പദം, ആ പേടി, അള്ളാഹിനോടുള്ള ഒരു ഭയപ്പാട് കൊണ്ട് ചില മുഖങ്ങൾ അന്നത്തെ ദിവസം, യൗമഇദിൻ, അന്നത്തെ ദിവസം മുഖങ്ങൾ, ചില മുഖങ്ങൾ, പ്രത്യേക എല്ലാവരുടെയും മുഖങ്ങൾ എന്നല്ല, ആ ദിവസം ചില മുഖങ്ങൾ പേടിച്ച് ക്ഷീണിച്ച്. അത് മുഖം എന്ന്, നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? എനിക്കറിയില്ല. നമ്മുടെ സന്തോഷത്തിലാണോ ഇരിക്കുന്നത്? എനിക്കറിയില്ല. നിങ്ങളുടെ മുഖം അത് പറയും. നിങ്ങളിപ്പോൾ സങ്കടത്തിലാണോ? നിങ്ങളുടെ മുഖം അത് പറയും. നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുന്നെങ്കിൽ അതാണ് ആളുകൾ, സൈക്കോളജി, ഒരാളുടെ മനസ്സ് വായിക്കുന്നത് മുഖത്ത് നോക്കിയിട്ടാണ്. വിഷമമുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, മക്കളിപ്പം പെട്ടെന്ന് അവർക്ക് ദേഷ്യം വന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് സങ്കടം വന്നാലോ അതും നമുക്ക് മനസ്സിലാവും. മുഖം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അവിടെ അന്ത്യനാളിൽ, ഈ ലോകത്തിന് ശേഷമുള്ള അന്ത്യദിവസത്തിൽ, വിചാരണയുടെ സന്ദർഭം, അതിപ്പോൾ ഈ ഹിസാബിൻ്റെ സന്ദർഭത്തെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അത് ലോകാവസാന നാളല്ല. ലോകാവസാനിച്ച് പിന്നെ എല്ലാവരും രണ്ടാമത് ജനിച്ച് പുനർജന്മത്തിന് ശേഷമുള്ള, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് സമ്മേളിപ്പിച്ച ശേഷമുള്ള സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. വുജൂഹു യൗമഇദിൻ ഖാശിഅ. അവർ ഖുശൂഅോടുകൂടെ ഭയങ്കര പേടിച്ചിട്ട്, അവരുടെ എന്തോ വലിയ സംഭവം സംഭവിക്കാൻ പോണ ഒരു കുറ്റവാളിയെ പോലെ വല്ലാത്ത ഒരു മുഖം. അത് ആമിലതുൻ നാസിബ. അത് ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു ഡേ മുഴുവൻ അധ്വാനിച്ചു. ഇപ്പം സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ മുഴുവൻ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു വീട്ടിൽ കല്യാണം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? രാവിലെ മുതൽ സുബഹിന് തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ അന്ന് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ജോലി. അതിഥികളെ സ്വീകരിക്കണം, ഭക്ഷണം കൊടുക്കണം, അവരെ സൽക്കരം, അങ്ങനെ അതും ഇതുമായിട്ട് നമ്മൾ വല്ലാത്ത ജോലിയിലാണ്. അതുപോലെ ഇനിയിപ്പോൾ വേറൊരു പുരുഷൻ്റെ കാര്യമാവട്ടെ, വേറെന്തെങ്കിലും ഒരു ഭാരപ്പെട്ട അധ്വാനിച്ച് ജോലി ചെയ്യുന്ന അയാൾ വയലിൽ കഷ്ടപ്പെടുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച ഒരു മനുഷ്യൻ, ആമിലത്തുൻ നാസിബ. അതാണ് ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച മുഖം, വല്ലാതെ നിരാശമായിട്ടുള്ള, നിരാശയോട് പേടിപ്പെടും. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, ഒരാളുടെ മുഖം എങ്ങനെ പേടിച്ചരണ്ട് ക്ഷീണിച്ച് തളർന്ന് അങ്ങനെയുള്ളൊരു മുഖം. തസ്ല നാറൻ ഹാമിയ. അവൻ നരകത്തിലേക്ക് ചുട്ടെറിയാൻ പോവുക. അതിൻ്റെ ഭയമാണ്. ഒരാൾ ഒരു കേസിലകപ്പെട്ട്, വേറൊരു ഉദാഹരണം പറയാം, കേസിലകപ്പെട്ട് പിടിച്ചു,
100% അയാൾ ചെയ്ത അന്ന് തെളിവ് സഹിതം പിടിക്കപ്പെട്ടു. അയാൾ അപമാനഭാരം കൊണ്ട് അയാൾ വലിയ തെറ്റാ ചെയ്തത്, ക്രിമിനൽ കുറ്റാ ചെയ്തത്, ആളെ കൊന്നോ പീഡിപ്പിച്ചോ അങ്ങനെയുള്ള കേസിലാണ് പിടിച്ചത്. അങ്ങനെ തെളിഞ്ഞു കുറ്റവാളിയായി കോടതി വിധിച്ചു, കൊലക്കയർ, തൂക്കിക്കൊല്ലാൻ പോവാ. അപ്പോൾ ആ വിധി വരുമ്പോൾ അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് കഴു മരത്തിലേക്ക് അല്ല തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സ്ഥലത്തെത്തുമ്പോൾ അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം അയാളുടെ മുഖം എങ്ങനെ ഉണ്ടാവും? അത്യന്തം നിരാശയോടെ, അത്യന്തം ചെയ്ത പാപഭാരത്താൽ അതിലൊക്കെ അപ്പുറം പേടിയോടെ ഭയപ്പാടോടുകൂടെ അയാൾ നിൽക്കും. അതുപോലെ തസ്ലാ നാറൻ ഹാമിയ, അവർക്കറിയാം ദുനിയാവിൽ ഈ പറഞ്ഞ അംബിയാ മുർസലുകളോട് ഇത്രയും കാലം പ്രബോധനം ചെയ്തത്, വേദഗ്രന്ഥങ്ങൾ വന്നത്, ഇതൊക്കെ അവർക്കറിയാം. അവരിതിനൊക്കെ നിഷേധിച്ച് തള്ളിയവരാ. അവർ അള്ളാൻ്റെ ദീനിനെ തുച്ഛ വിലക്ക് വിറ്റവരാണവർ. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ എന്ന് എത്രയെത്ര മജ്ലിസുകൾ, വയലുകൾ, പ്രഭാഷണങ്ങൾ, സംസാരങ്ങൾ, ലഘുലേഖകൾ, ക്ലാസ്സുകൾ, പഠനങ്ങൾ, ഇതിൻ്റെ ഇടയിലൊക്കെ ജീവിച്ചവരാ. പക്ഷെ അള്ളാഹിൻ്റെ നിയമം അവർ പാലിച്ചില്ല. തസ്ലാ നാറൻ ഹാമിയ, അവർ കത്തിക്കാളുന്ന നരകത്തിൽ ചുട്ടരിക്കപ്പെടുന്നതാണ്. ചുട്ടരിക്കപ്പെടുന്ന അവസ്ഥയിൽ അവർ ചെന്നെത്തും. അതിൻ്റെ വേണ്ടി അവരുടെ മനസ്സിൽ, അവരുടെ മുഖത്ത് തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തീർന്നിട്ടില്ല അവർക്കവിടെ. അപ്പോൾ അവിടെ അന്നപാനീയങ്ങളുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടൊരു ചോദ്യം. സ്വർഗത്തിലിപ്പം സുഭിക്ഷമായിട്ട് ഭക്ഷണമുണ്ട്, അതുപോലെ നരകത്തിൽ തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുമോ? നരകം എന്ന് പറഞ്ഞാൽ എല്ലാം തീ മാത്രമുള്ള സ്ഥലമല്ല. പക്ഷെ ഇവിടെ തസ്ലാ നാറൻ ഹാമിയ, നരകത്തിൻ്റെ ഫയർ, തീ കൊണ്ട് ചുട്ടെരിയുന്ന ശിക്ഷയാണ്. ഇവിടെ ചുട്ടെരിയ എന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റെ സാന്ദർഭികമായിട്ട് ആ ശിക്ഷയുടെ ഭയാനകത നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ഒന്നുണ്ട് ഈ നാർ എന്നതിനൊന്ന് ഫോക്കസ് ചെയ്ത് രണ്ട് വർത്താനം പറയണം. ഇത് നമുക്ക് പലപ്പോഴും എനിക്കും നിങ്ങൾക്കൊക്കെ ഉപകാരമുണ്ട് അത് പറയുമ്പോൾ. കാരണം നമ്മൾ ഇപ്പം സൂയിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാനോ നിങ്ങളോ നമ്മൾ ഇസ്ലാമിൽ അങ്ങനെ പാടില്ല കേട്ടോ. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. സൂയിസൈഡ് ചെയ്യാൻ ഞാനോ നിങ്ങളോ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സൂയിസൈഡ് ചെയ്യുമ്പോൾ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ? നമുക്കങ്ങനെ പാടില്ല. ഇസ്ലാമികമായിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്ത് വലിയ ഘട്ടം വന്നാലും നമ്മൾ സ്വാഭാവിക മരണം എന്നല്ലാതെ അള്ളാഹു ഒത്തെടുക്കുന്നല്ല, നമുക്കതിന് അർഹതയില്ല. ഓക്കെ, പക്ഷേ ഇവിടെ അതല്ല പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ എടുക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ഒരാൾ, എ പേഴ്സൺ, അതൊരു മുസ്ലിം ആവണമെന്നില്ല, വേറൊരാൾ, അയാൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അയാൾക്ക് ചെയ്യാം. പക്ഷെ ഒരിക്കലും അയാൾ തീ കൊളുത്തി മരിക്കരുത്. തീ കൊളുത്തുക പറയുമ്പോൾ എന്താണെന്നറിയോ? അവസാനമാണ് നമ്മുടെ നമ്മൾ പെട്ടെന്ന് മരിക്കണമെന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ തലച്ചോറിന് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ പെട്ടെന്ന് മരിക്കണം. ലാസ്റ്റ് മരിക്കുന്ന ഹൃദയം മിടിപ്പ് നിൽക്കുന്നതോടെയാണ് നമ്മൾ മരണം സംഭവിക്കുന്നത്, ഫൈനൽ. പക്ഷേ ഈ തീ നമ്മുടെ മുഴുവൻ രോമങ്ങളും തൊലിയും ഒക്കെ കരിച്ച് കളഞ്ഞ് പിന്നെ ഞരമ്പിലേക്ക്, പിന്നെ നമ്മുടെ എല്ലിലേക്ക്, ഇതൊക്കെ എത്തുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് വേദന സഹിക്കണം. അപ്പം നമ്മൾ ഈ തൂക്കിക്കൊല്ലുന്നതിൻ്റെ അറുത്തുകൊല്ലൽ, അതായത് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക. അപ്പം ഗൾഫിൽ സൗദിയിലൊക്കെ കണ്ടില്ലേ. അപ്പം അങ്ങനെ വെട്ടിക്കൊല്ലുന്നത് അല്ലെ ഷൂട്ട് ചെയ്തിട്ട് വെടിവെച്ച് കൊല്ലുന്നത്, ഇതൊക്കെ ഏറ്റവും നല്ലത് അതാണ്. അപ്പം മറ്റ് കാര്യങ്ങളൊക്കെ, മറ്റ് കൊല രീതികളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു വേദന തിന്ന് മരിക്കണം. പൊള്ളിയിട്ട് അയാൾ പെട്ടെന്ന് മരിക്കല്ല, ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കാൻ മരണം, അല്ലെ 2 മണിക്കൂർ. മറ്റു വേദന ഇങ്ങനെ, അത് നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മുടെ കൈൻ്റെ അറ്റൊന്ന് ജസ്റ്റ് ഒരു തീയിലൊന്ന് കുറച്ച് നേരം ഒന്ന് പൊള്ളിച്ചാൽ ആ വേദന പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ശരീരം മുഴുവൻ കരിച്ചു കളയുന്നത്? അതിൻ്റെ ആ ഭയാനകത പ്രിയമുള്ളവരെ, നമ്മൾ ഈ നരകത്തെ ഒന്നും ലാഘവത്തോടെ കാണരുത്. നമ്മളും പലപ്പോഴും തെറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ, മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ, ഒരു തെറ്റായ കാഴ്ച വരുമ്പോൾ, അല്ലെങ്കിൽ തെറ്റായ ഒരു വർത്തമാനം പറയാൻ വേണ്ടി നാവ് പൊങ്ങുമ്പോൾ, ഒരു ഗീബത്തൊക്കെ പറയുമ്പോൾ, അത് സില്ലി, ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ, അത് ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണല്ലോ, ഇപ്പോൾ ഇതിപ്പോൾ പറയണമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ അവർ ലാഘവത്തോടെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല. അപ്പോൾ ഈ നാർ എന്നുള്ള കാര്യം നമ്മളെപ്പോഴും അത് നമ്മൾ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയാം, നമ്മൾ UAE നിന്ന് അബുദാബിയിൽ പോയിരുന്നു. ശരിക്കും UAE നല്ല ചൂടാണ്, അതായത് ഷാർജയിൽ നിന്ന് അബുദാബി പോയിരുന്നു. അപ്പം ഈ ഷാർജ ശരിക്കും നല്ല ചൂടാണ്. പക്ഷേ ഈ ചൂടിൻ്റെ ഏറ്റവും പീക്ക് അനുഭവിച്ച് ഞാൻ എൻ്റെ പേഴ്സണൽ വ്യക്തി ജീവിതത്തിൽ അബുദാബിയിലാണ്. അവസാനം കാർന്ന് ഈ ഫോണൊക്കെ ചൂടായിട്ട് ഹാങ്ങായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പൊന്നും ചെയ്യാൻ പറ്റണില്ല. ഒരു പമ്പിൽ കയറ്റി അവിടെ ഉള്ളൊരു പള്ളിയിൽ കയറി വിശ്രമിക്കുക ചെയ്തുകൊണ്ട് വൈകുന്നേരമാണ് കാർ എടുത്തത്.
എല്ലാം ടയറൊക്കെ തൊട്ട് നോക്കുമ്പോൾ എന്തുമാത്രം ചൂടാണ്, അത്രക്കും ചൂട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുമാത്രം ഭയാനകമായ തീയായിരിക്കും നാളെ. കല്ലും മനുഷ്യനും ഇന്ധനമാകുന്ന പറഞ്ഞത്, കല്ലും മനുഷ്യൻ. അപ്പോൾ എത്രത്തോളം ഭയാനകമായിട്ടുള്ള ശിക്ഷയാണ് ഈ കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു വാക്ക്, വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മളാരും, ഞാനും നിങ്ങളും ഒരിക്കലും എൻ്റെ വിഷയമല്ല കാഫിർ, എൻ്റെ വിഷയമല്ല മുശ്രിക്ക്, ഞാൻ ശിർക്ക് ചെയ്യാത്ത ആളാണ്, ഞാൻ കാഫിറല്ല, അങ്ങനെ വിചാരിക്കരുത്. കുഫിരിയത്തും ഈ മുശ്രിക്കിൻ്റെ സ്വഭാവ ഗുണങ്ങളും ചില കാര്യത്തിൽ അറിയാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കയറി കൂടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ മെഡിസിൻസ് കഴിക്കില്ല, നമ്മളിപ്പോൾ അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണം, പിന്നെ ചികിത്സിക്കണം, അതൊക്കെ പറഞ്ഞതാണ്, അത് നമ്മൾ ചെയ്യണ്ട എന്നല്ല. പക്ഷെ ചെയ്യുന്നതോടൊപ്പം നമ്മളൊരു ടാബ്ലറ്റ് എടുത്ത്, ഒരു മരുന്നെടുത്ത് കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട്, അള്ളാഹുവേ നീ എൻ്റെ അസുഖം മാറ്റണം, എനിക്ക് അസുഖം വന്നു, എനിക്ക് പ്രയാസമുണ്ട്, ഞാനൊരു കുടുംബനാഥനാണ്, എനിക്ക് മക്കളെ നോക്കണം, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യണം, അതിനെനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ശിഫ തരണം, ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ആ മരുന്ന് കഴിക്കുമ്പോൾ അതിൽ ശിർക്കില്ല. എന്നാൽ ഒരാൾ മരുന്നിൽ മാത്രം, നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എപ്പോഴും ആലോചിച്ച് നോക്കണം, ഇത് ഈ മരുന്നെടുത്ത് ചെന്നാൽ എൻ്റെ അസുഖം മാറും എന്നൊരാൾ തീരുമാനിച്ചാൽ അതിൽ ചെറിയൊരു ശിർക്കുണ്ട്. അതായത് അസുഖം മാറ്റുന്നവനായ ശിഫ നൽകുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു കാര്യത്തെ, അള്ളാഹുവിൻ്റെ ആ കഴിവിനെ, ആ മഹത്വത്തെ നമ്മൾ ഈ ചെറിയ ടാബ്ലറ്റിലേക്ക്, മരുന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കൊണ്ടുവരികയാണ്. ചെറിയൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ശിർക്കുകളും ചില കുഫിരിയത്തും ചില വിഷയത്തിലൊക്കെ ദീന് പറയുന്നതിന് ഒരു നിഷേധാത്മക സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ കാര്യത്തെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. അതുകൊണ്ട് ഈ നാറിനെ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. നമ്മളാരും വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും പറയാം, നമ്മളൊക്കെ ഈ നാറിന്ന് രക്ഷപ്പെടണം. നമുക്കൊരു കൊച്ചു ജീവിതമേ ഉള്ളൂ ഇവിടെ. എത്ര ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞവരായിരിക്കും മിക്കവാറും ശബ്ദം കേൾക്കുന്നവർ, ലൈഫിൻ്റെ ആദ്യ പകുതി പിന്നിട്ടവർ. നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ആ ജീവിതം അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും ഉത്ബോധനം തന്നെയാണ്. ഇതിൽ നരകത്തെ പറ്റി കൃത്യമായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അപ്പോൾ അവിടെ ഡ്രിങ്ക്സ് ഈ ചൂടത്ത് കരിയുമ്പോൾ, അതായത് മരണമില്ല എന്നുള്ളതാണ് അവിടുത്തെ. പരലോകത്ത് മരണമില്ല കേട്ടോ, അതും കൂടെ നമ്മൾ ശ്രദ്ധേയമായിട്ടൊരു മരണമില്ല എന്നുള്ളത് സ്വർഗത്തുള്ളവർക്ക് നിയമത്താണ്. നരകത്തുള്ളവർക്കോ മരിക്കണില്ലല്ലോ, കത്തിക്കരിയല്ലേ, തൊലി കരിയുന്നു. ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെൽസും കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വേദന അവർ അങ്ങനെ ഖാലിദീന ഫീഹ, നിത്യവാസമാണ് അവർക്ക് നരകത്തിൽ, കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം. തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അവർക്ക് കുടിക്കപ്പെടുന്ന തിളച്ച് മറിയുന്ന ഉറവയിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുക. അത്രയും ചൂടായിരിക്കും ആ വെള്ളത്തിന്. സാധാ ചൂടല്ല. നമ്മൾ സാധാരണ അറിയാതെ ഒരു ചൂടുവെള്ളം, അല്പം അധികം ചൂടുള്ള ഒരു ചായ കുടിച്ചാൽ നാവൊക്കെ പൊള്ളിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്തുമാത്രം പ്രയാസം നമുക്കുണ്ടാകും. 2 ദിവസം നാവ് അങ്ങനെ തന്നെ വരണ്ടു പോകുന്നൊരവസ്ഥ വരും. പക്ഷേ ഈ വെള്ളം കുടിക്കുന്നതോടുകൂടെ മുഴുവൻ അങ്ങോട്ടുള്ള അവയവങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നൊരവസ്ഥയിലായിരിക്കും അവിടുത്തെ വെള്ളം. അത്രക്കും കാഠിന്യമുള്ള വെള്ളമാണ്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരിയ. ദരി എന്ന് പറഞ്ഞാൽ മുൾച്ചെടിക്ക് നമുക്ക് പറയാം, മുൾച്ചെടി പോലെയുള്ള അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കയ്പ്പ് ഉണ്ടാവുന്ന അവസ്ഥ മാത്രമല്ല, കയ്പ്പും അതങ്ങോട്ട് ഇറക്കാനും കഴിയില്ല, തുപ്പാനും പറ്റില്ല, ഇറക്കാനും പറ്റില്ല എന്ന് പറയില്ലേ, അതുപോലെയുള്ള ഒരവസ്ഥയിലുള്ള ഭക്ഷണമായിരിക്കും നരകത്തിലെ ഭക്ഷണം. അതിൻ്റെ പ്രത്യേകത ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. അത് നമ്മുടെ വയറിലെ വിശപ്പ്. അപ്പോൾ വിശപ്പൊക്കെ അവിടെ ഉണ്ടാവില്ലേ, പരലോകത്ത് വിശപ്പുണ്ടാവില്ലേ? വിശപ്പില്ലാതെ ഒരിക്കലും സ്വർഗത്തിൽ ഇത്രയും ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഭക്ഷ്യവിഭവങ്ങൾ ഇഷ്ടം പോലെ തിന്നാൻ സ്വർഗത്തിൽ വെച്ചിട്ട് വിശപ്പുണ്ടാവും. അപ്പോൾ വിശപ്പ്, അപ്പോൾ ഭൂമിയൊക്കെ പോലെ തന്നെയാണ് സ്വർഗം ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മൾ എത്തിച്ചേരട്ടെ. ലാ യുസ്മിൻ വലാ യുഗ്നി മിൻ ജൂ. വിശപ്പോട് മാറില്ല, എന്നാലാവട്ടെ ശരീരത്തിനൊരു ഗുണമില്ല. പിന്നെ എന്തിനാ തിന്നുന്നത്? വിശക്കുമ്പോൾ തിന്നു തന്നെ. അതാണ് നരകത്തിലെ അവസ്ഥ. തീർന്നു, പോരെ? നമുക്കത് പോരെ? നരകത്തിൻ്റെ ഭയാനകത വർണ്ണിക്കാൻ അവിടെ ഭക്ഷണം പറഞ്ഞു, വെള്ളം പറഞ്ഞു,
അവിടുത്തെ കത്തിക്കാളുന്ന നരകശിക്ഷയെ പറ്റിയും പറഞ്ഞു. അള്ളാഹു കാക്കട്ടെ. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. എന്നിട്ട് പറയാ ഇനി സ്വർഗാവകാശികളെ പറ്റി. സ്വർഗാവകാശികളെ പറ്റി പറയുമ്പോൾ, ഈ നരകത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങളോട് പറയുമ്പോൾ എൻ്റെ മനസ്സെന്താ, നിങ്ങളെ മനസ്സെന്തായിരുന്നു നരകത്തെ പറ്റി പറയുമ്പോൾ? ഇത് കാഫിറുകൾ, മുശ്രിക്കുകൾ ടീം, അവർ അങ്ങനെ ഒരു ചിന്തയിലായിരിക്കും നമ്മൾ ഖുർആനെ പലപ്പോഴും ഒക്കെ സമയത്ത് സമീപിക്കുക. അതല്ല നമ്മുടെ പൂർവികരായ സ്വഹാബെ കറാമൊക്കെ പഠിപ്പിച്ച മാതൃക. നമ്മൾ ഈ നരകത്ത് പോകുന്നവരായിരിക്കും, സ്വർഗത്തിൽ പോകാൻ ഞാൻ പ്രയത്നിക്കേണ്ടതുണ്ട്. ആ ഒരു ചിന്തയിലാണ് നമ്മൾ ദിവസവും ഖുർആനെ കേൾക്കേണ്ടത്. എന്നിട്ട് പറയാ വുജൂഹി യൗമഇദിൻ നഈമ, എന്നാൽ ചില മുഖങ്ങളന്ന് ഹാപ്പി ആയിരിക്കും. അവരുടെ മുഖത്തും ഇങ്ങോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരാൾ പറയില്ല നാട്ടിൽ ലോട്ടറി അടിച്ച് നിൽക്കുന്ന ആളെ പോലെ, അതുപോലെ അത്രയും ഹാപ്പി. ഒരാൾക്കിപ്പോൾ ഒരു ജോലി കിട്ടി, ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. ഒരാൾ അത്രയും കാലം 10-25 കൊല്ലം ജോലി പഠിച്ചിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഒരു IAS കിട്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടായി, അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എത്രയാ! അവരുടെ മുഖം എത്രത്തോളം പ്രസന്നമായിരിക്കും. അതുപോലെ അല്ലേ, നമ്മൾ ചന്ദ്രനെ പോലെ പ്രശോഭിക്കുക എന്ന് പറയാം. അതുപോലെ ഒരവസ്ഥയിലായിരിക്കും. ലിസഈഹ റാദിയ, അവർ ഹാപ്പി ആയിരിക്കും, അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മലയാളം പറഞ്ഞാൽ സംതൃപ്തരായിരിക്കും. ലിസഈഹ റാദിയ. ഇത് മിക്ക ആളുകളും തജ്വീദിൽ ലിസഈഹ എന്നാണ് ഓതല്. ഈ ആയത്ത് നിങ്ങളൊന്ന് ഓതി നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. അപ്പം മിക്ക ആളുകൾ അങ്ങനെ ഓതാറുണ്ട്. ജുമഅക്ക് വെള്ളിയാഴ്ചയും പല പള്ളികളിൽ ഞാനത് കേട്ടിട്ടുണ്ട്. ലിസഈഹ റാദിയ, ലിസഈഹ എന്നാണ്, ലിസഈഹ റാദിയ. അവർ സംതൃപ്തരായിരിക്കും. അവരുടെ കർമ്മം ചെയ്തല്ലേ നാട്ടിൽ ഈ പ്രയത്നിച്ചപ്പോൾ. അത് ഈ ഷഹീദ് രക്തസാക്ഷികളെ പറ്റി ഖുർആനിൽ പറയുന്ന രക്തസാക്ഷികളെ അവർ ഭൂമിയിൽ വെച്ച് മരണപ്പെട്ടവരെന്ന് അവരെ വിളിക്കരുതെന്ന് തന്നെ ഖുർആൻ പറഞ്ഞു. അവർ രക്തസാക്ഷികളാണ്, ഷഹീദാണ്. ഷഹീദായ വ്യക്തികൾ ആണാവട്ടെ പെണ്ണാവട്ടെ നാളെ സ്വർഗത്തിലെത്തിയിട്ട് അവർ അവർ പറഞ്ഞു പോത്ര, എന്നെ ഒരിക്കലൂടെ ദുനിയാവിൽ വിടുമോ, ഞാൻ ഒന്നുകൂടി പോയിട്ട് ഷഹീദായിട്ട് തിരിച്ചു വരാം. കാരണം അത്രക്കും അവിടെ അവർക്ക് കിട്ടുന്നതാണ്, അത്രക്കും അവിടെ ആനന്ദകരമായ ജീവിതമാണ്. അപ്പോൾ നമ്മൾ 10 വട്ടം മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയില്ല, ആ അവസ്ഥയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവർ ഹാപ്പി ആയിരിക്കും. ഈ ഫീ ജന്നത്തിൻ ആലിയ, അത്യുന്നതമായ സ്വർഗം. ഈ സ്വർഗത്തെ പറ്റിയൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഈ സംസാരം സമയമൊന്നും പോരാ, നമുക്ക് അത്രയേ ഉണ്ട് സ്വർഗലോകം. ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത ലോകം. നമുക്കൊന്നിനും അവിടെ ഒരു കുറവുണ്ടാവില്ല. പക്ഷെ അവിടെ ലാ തസ്മഉ ഫീഹ ലാഗിയ, ഈ ലഗ്വ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരു ഉപകാരമില്ലാതെ വെറും വിടുവായുത്തം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? ഒരു ഉപകാരമില്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട്, എല്ലാവരെ പറ്റിയും സന്തോഷം. നമുക്കെപ്പോഴാണ് ഒരു അസൂയ, ഭൂമിയിൽ ഇപ്പോൾ അസൂയ വരില്ല. എപ്പോഴാണ് നമുക്കൊരു വീടുണ്ട്, അതിനേക്കാൾ നല്ല വീട് അപ്പുറത്തേക്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് അയാളോട് അസൂയ ഉണ്ടാവും. പക്ഷേ പരലോകത്ത് സംബന്ധിച്ചിടത്തോളം അവിടെ ആരോടും അസൂയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഉള്ളതാണ്, പ്ലസ് എല്ലാവർക്കും എല്ലാം ഉണ്ട്. അതും കൂടെയാണ് അതിൻ്റെ പ്രത്യേകത. ഫീഹ ഐനുൻ ജാരിയ, അവിടെ ഒഴുകുന്ന അരുവികളുണ്ട്. നമ്മളതൊന്ന് ഡ്രീം ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ വയനാട്ടിലെ മലനിരകൾ ഇങ്ങനെ ആലോചിച്ചു, നല്ല ഒരു ടൂറിസ്റ്റ് ലക്ഷറി. നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഉദാഹരണങ്ങളോട് നമ്മൾ ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ സ്വർഗമായിട്ട് ഉപയോഗപ്പെടുത്താം. നമ്മൾ വയനാട്ടിലോ അല്ലെങ്കിൽ വാഗമണിലോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള മൂന്നാറിലോ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ലോകത്തെ ഏതെങ്കിലും ഒരു സ്ഥലം, അവിടെ നല്ല ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം നിങ്ങൾ മനസ്സിൽ വെച്ചു, കശ്മീർ വിചാരിച്ചോളൂ, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം. അവിടെ നല്ല റിസോർട്ട്, അവിടെ സ്വിമ്മിങ് പൂള്, അതിൻ്റെ താഴോട്ട് പിന്നെ നല്ല അരുവികൾ ഒഴുകുന്ന നാച്ചുറലായിട്ടുള്ള വാട്ടർഫാള്, അങ്ങനെയുള്ള മനോഹരമായ അവിടെ ഇങ്ങനെ നമ്മളൊരു 10 വർഷം നിന്നാലും നമുക്ക് മടുക്കാത്തൊരു സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അവിടെ ഭക്ഷണം ഫ്രീ ആണ്, അവിടെ ഫ്രീ ഫുഡ്, നമുക്ക് A to Z കാര്യങ്ങൾ അവിടെ ഫ്രീ ആണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതന്നെ വെച്ചിട്ട് ഇമാജിൻ ചെയ്ത് നോക്കൂ സ്വർഗത്തെ. അത് ചെറിയൊരു അവിടുത്തെ സ്വർഗലോകത്തെ വിശാലത. ഇവിടെ നമ്മൾ 10 സെൻറ്റിന് എത്ര പൈസ കൊടുക്കണം? അവിടെ അത്രയും വിശാലമായ സ്വർഗ്ഗലോകം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഒഴുകുന്ന അരുവികൾ, ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായ തെളിനീർ വെള്ളമായിരിക്കും. ആ വെള്ളം ദൂരെ നിന്ന് നോക്കി അതിലുള്ള മത്സ്യത്തെ കാണാൻ പറ്റുന്നപ്പോൾ അത്രയും തെളിഞ്ഞ വെള്ളമായിരിക്കും. ഫീഹ സുറുറും മർഫൂഅ,
ഈ ബീച്ചിലൊക്കെ ഒരു ചാരു കസേരയുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെ ആ ഒരു മോഡല് ചാരി ഇരിക്കുന്ന എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇരിക്കണം. അവർക്കൊരു പണിയില്ല. അവരിങ്ങനെ ഭക്ഷണം കഴിച്ച്, കാരണം അള്ളാഹുവരെ കുറിച്ച് സാറ്റിസ്ഫൈഡ് ആണ്, അള്ളാഹു തൃപ്തനാണ്. റളിയല്ലാഹു അൻഹു വറളു അൻഹു അല്ലേ, അവർ അള്ളാഹിനെ പറ്റി ഹാപ്പിയാണ്. അവർ ഭൂമിയിൽ ചെയ്തത് വലിയൊരു ത്യാഗമാണ്. എല്ലാവിധ തെറ്റുകളിലേക്കും ജീവിതത്തിൽ പോകാൻ പറ്റുമായിരുന്നിട്ടും അതൊക്കെ മാറ്റി അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചവരാണവർ. തീർന്നില്ല. എന്തേപ്പോൾ നരകത്തെ 3 വാക്കിൽ പറഞ്ഞ് നിർത്തി അള്ളാഹു സ്വർഗത്തെ പറ്റി ഇത്രയധികം പറയുന്നു. വാക്കുവാബും മൗദൂഅ, അവരെങ്ങനെ ജ്യൂസസ് ഇഷ്ടമുള്ളത് ബ്രാൻഡഡ് ജ്യൂസസ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്താ വേണ്ടത് എടുത്തു കഴിക്കാം, തീർന്നു പോയില്ല എന്നുള്ളതാണ്. അവിടുത്തെ ഈ പാനീയങ്ങളാവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ നമ്മളൊന്നെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് അടുത്തവിടെ വരികയാണ്. നമ്മൾ ഈ ചില ബുഫേ സിസ്റ്റത്തിലൊക്കെ ചില കാറ്ററിംഗ് ടീമൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടില്ലേ, അവരിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. അവിടെ തീരുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെ ചില കല്യാണപ്പുരയിലൊക്കെ പോയാൽ ഇങ്ങനെ കാണാം. അവരിങ്ങനെ പിന്നെയും കൊട്ടയിൽ കൊണ്ടുവന്ന് ചേരും, നമ്മളെടുക്കുന്നതനുസരിച്ച് പിന്നെയും എത്രയാ ഭക്ഷണം അല്ലേ. അതുപോലെ എന്നല്ല, അതൊന്നും ഉദാഹരണമായിട്ട് ഇതിൻ്റെ വെക്കാൻ പാടില്ല. പക്ഷേ ചില ദുനിയാവിലെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. വഖ്വാബും മൗദൂഅ, അതെങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും, നമ്മളെങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. തീർന്നിട്ടില്ല. വനമാരിഖു മസ്ഫൂഫ, സോഫല്ലേ, അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടം പോലെ. മാഷാ അല്ലാഹ്, അല്ലാഹു എത്തിക്കട്ടെ അല്ലേ. വസറാബിയ്യു മബ്തൂത, നിവർത്തിയിട്ട മുന്തിയ പരവതാനികൾ. ഇങ്ങനെ നമുക്ക് നടക്കാനൊക്കെ നല്ല അടിപൊളി മാറ്റ്, ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള മാറ്റ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പരവതാനികൾ വിരിച്ചിട്ടത് ഇരിക്കുകയാണ്. അല്ലാഹ്, എന്ത് രസമാണ്. ഒന്നുകൂടെ തിരിച്ചു പോവാം നമ്മൾ ഇതൊന്ന്. കാരണം ഇത് നമ്മൾ നരകത്തെ പറ്റിയല്ല, നമ്മൾ ശരിക്കും സ്വർഗത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. അവരുടെ മുഖങ്ങൾ എത്ര സന്തോഷത്തോടെ ആയിരിക്കും. അള്ളാഹുവെക്കുറിച്ച് അവർ സന്തുഷ്ടരായിരിക്കും. ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. അവിടെ പാഴ്വാക്കുകളും ലഘുവായിട്ടുള്ള ഒരു അനാവശ്യ കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. ഫിഹാ ഐനുൻ ജാരിയ, അവർക്ക് ഏറ്റവും നല്ല ഒഴുകുന്ന അരുവികൾ, ജാരിയായിട്ടുള്ള അരുവികൾ അവിടെ ഉണ്ടാവും. ഫിഹാ സുറുറും മർഫൂഅ, ഉന്നതമായ സുന്ദരമായ മഞ്ചങ്ങൾ തന്നെ അവർക്ക് ഉയർത്തി വെച്ചിട്ടുണ്ടാവും ജാരിയിരിക്കാൻ. വഅക്വാബും മൗദൂഅ, അവർക്ക് കുടിക്കാനുള്ള കോപ്പകളിൽ ജ്യൂസുകളിൽ വ്യത്യസ്തമായ പാനീയങ്ങൾ അവിടെ ഉണ്ടാവും. വനമാരിഖു മസ്ഫൂഫ, സോഫകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച്, തലയണകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. വസറാബിയ്യു മബ്തൂസ, മാറ്റ്, ഇന്ത്യ പരവതാനികൾ വിരിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വേറൊരു വിഷയത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരും. അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, മരുഭൂമിയിലുള്ള ആളുകളാണല്ലോ, അവരോട് അറബ് ലോകത്തോട് പറയാം, നിങ്ങൾ ഈ ഒട്ടകത്തിനെ പറ്റി സ്റ്റഡി ചെയ്യണമെന്ന്. നമ്മൾ മരുഭൂമിയിലെ കപ്പൽ എന്നാ പറയാം. മരുഭൂമിയിലെ കപ്പൽ എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തിൻ്റെ കാലും അതിനിപ്പോൾ ഒരു വെള്ളം കുടിച്ചാൽ, ഒരു പ്രാവശ്യം വെള്ളം കുടിച്ചാൽ എത്ര ദിവസങ്ങളോളം ഒട്ടകത്തിന് വെള്ളം കുടിക്കേണ്ട എന്ന് വെച്ചാൽ, മരുഭൂമിയിൽ യാത്ര ചെയ്യാൻ അതിനെപ്പോലെ, അത് ഒരുപക്ഷെ കുതിരയ്ക്ക് പോലും ആ പവറില്ല. ഒട്ടകം മരുഭൂമിയിലെ സഞ്ചാരത്തിന് വേണ്ടി അതിനെപ്പറ്റി പഠിക്കാൻ പറയുകയാണ്. അതിൻ്റെ സൃഷ്ടി വൈദഗ്ധ്യം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഈ പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതെന്ന് പഠിക്കാൻ. ഇലസ്സമ, ആകാശത്തേക്ക് നോക്കൂ, കൈഫ റുഫിഅത്, എന്തുമാത്രം മനോഹരമായിട്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രഗോളങ്ങളും ഈ സംവിധാനങ്ങളൊക്കെ എന്തുമാത്രം നല്ല രീതിയിലാണ് അള്ളാഹു പടച്ചു വെച്ചിട്ടുള്ളത്. ഇലൽ ജിബാൽ, പർവ്വതങ്ങളിലേക്ക് മലനിരകളിലേക്ക് നിങ്ങൾ നോക്കൂ, കൈഫ നുസിബത്ത്, അതെങ്ങനെ അത് പ്രപഞ്ചത്തിലെ ഭൂമിയുടെ ആണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു കാരണം ഈ ക്രഷറുകളാണ്, കോറികളെന്ന്. ഭൂമിയെ മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഭൂമി തന്നെ പ്രശ്നം. പ്രകൃതി ദുരന്തങ്ങൾ ഒരു നല്ലൊരു ശതമാനം മനുഷ്യന്മാരുടെ തന്നെ ഇടപെടൽ മൂലമാണ്. മനുഷ്യർ ഈ പിന്നെ പാറകൾ പൊട്ടിച്ചിട്ടിട്ടാണ് അത്രേ ഈ പ്രകൃതി ഇതുപോലെ. ഇപ്പം ഉരുൾപൊട്ടൽ, ഇതൊന്നും പണ്ട് കാലത്ത് അത്ര വലിയ സീരിയസ് ആയി, അത് മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രകൃതിയുടെ പ്രതിപ്രവർത്തനം കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ പർവ്വതങ്ങൾ ആണിയായിട്ട് വെച്ചിരിക്കുകയാണ് അത്രേ. ആണി പോലെ ആണി അടിക്കൽ എന്തിനോ, ടേബിളിന് ആണി അടിക്കൽ ഉലഞ്ഞു പോകാതിരിക്കാൻ. അതുപോലെ ഈ ഭൂമിയുടെ സെറ്റപ്പിൽ ഉലഞ്ഞു പോകാതിരിക്കാൻ ആണി അടിച്ച പോലെയാണ് ഈ പർവ്വതങ്ങൾ വെച്ചത് എന്ന് ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറയുമ്പോൾ വഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയുടെ ആ ഒരു സെറ്റപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഴ വരുന്ന അങ്ങനെ തട്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ ഭൂമിയിൽ അള്ളാഹു ഈ പ്രകൃതിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളത്. മഴ പെയ്യുന്നത് ആലോചിച്ച് നോക്കൂ, സൂര്യൻ്റെ വെളിച്ചം വരുന്നത്, കടലിൽ വരുന്നത്, അത് വെള്ളം ബാഷ്പീകരിച്ച് മേലോട്ട് മഴ മേഘങ്ങളായിട്ട് വരുന്നത്, അതിങ്ങനെ ഷവർ ചെയ്തിട്ട് ചെടികളിലൂടെ മണ്ണിലൂർന്നിറങ്ങി നമ്മുടെ ജലാശയങ്ങളിലേക്ക് കിണറ്റിൽ നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം കുടിക്കുമ്പോൾ മാഷാ അല്ലാഹ് ഈ ഭൂമിയിലെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. ഫദക്കിർ, അതുകൊണ്ട് തിരിയണവന് തിരിയും, അല്ലാത്തവർക്കൊന്നും തിരിയില്ല. ഫദക്കിർ, നീ എന്ത് ചെയ്താൽ മതി, നീ ടെൻഷൻ അടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നമ്മളോടും കൂടി ഉള്ളതാണ്. നമ്മൾ ഫദക്കിർ, നമ്മൾ ഉത്ബോധിപ്പിക്കും. ഇന്നമാ അൻത മുദക്കിർ, നീ ഉത്ബോധിപ്പിക്കുന്ന ആളാണ്. നീ അവരെ സന്മാർഗത്തിൽ കൊണ്ടുവരേണ്ട പണിയൊന്നും നീ എടുക്കണ്ട. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് പറഞ്ഞു നോക്കാം. ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ അവരെ മേലെ ഫോഴ്സ് ചെയ്യണ്ടാന്ന്. നമ്മൾ ഈ ദായിയായിട്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കുടുംബത്തിലെ ഒരു കസിന് വല്ലാതെ മോശാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾ, ലഹരിക്കടിപ്പെട്ടോ അല്ലെങ്കിൽ വല്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരുത്തൻ, അതായത് അള്ളാൻ്റെ മുമ്പിൽ പടിഞ്ഞാറ്റ് തിരിയാത്ത, സുജൂദ് ചെയ്യാത്തൊരു മനുഷ്യൻ, മുസ്ലിം പേരിട്ട് നടക്കുന്ന നമ്മുടെ ഒരു കസിൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് വല്ലാത്തൊരു വിഷമമാണ് അവനെ കാണുമ്പോൾ, അല്ലേ? നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും ഇവനൊന്ന് നന്നായിരുന്നു, നമ്മൾ ആ രീതിയിലൊക്കെ സംസാരിക്കടാ, അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ അതൊന്നും അവൻ്റെ ചെവിയിൽ കേൾക്കൂല. അപ്പോൾ അതൊന്നും നമ്മുടെ ബാധ്യത, നമ്മൾ പറയാന്നുള്ളത്, നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഹിക്മത്തോടു കൂടെ കാര്യങ്ങൾ അവന് ബോധ്യമാവുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ബാധ്യതയുള്ളൂ. ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ല വകഫർ. ഇനി ഇതൊക്കെ കണ്ടിട്ട്, ഈ ആകാശവും ഭൂമിയും സംവിധാനങ്ങളൊക്കെ പടച്ചു വെച്ചിട്ട് അതിൻ്റെ പിന്നിലെ സട്ടാവിനെ മനസ്സിലാക്കാതെ, അന്ത്യനാളിനെ മനസ്സിലാക്കാതെ, ഈ ലഹ്വിലും ഈ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഹവയിൽ ജീവിച്ച് അള്ളാഹിൻ്റെ ദീനിനെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന കാഫിറുകളുണ്ടല്ലോ. ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ, അള്ളാഹു കഠിനമായിട്ട് തന്നെ ശിക്ഷിക്കും. ഏറ്റവും കഠിനമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. സൂക്ഷിച്ചോ, വെല്ലുവിളി അവരോട്. ഇന്ന ഇലൈന ഇയാബഹും. ചില ഉമ്മാർ മക്കളെ വടിയെടുത്തിട്ട്, മഴയത്ത് കുളിക്കുന്ന മക്കളെ വടിയെടുത്തിട്ട് ഉമ്മ ഓടിച്ചിട്ട് വെള്ളത്തിൽ കളിക്കല്ലേ എന്ന് പറയുമ്പോൾ കുട്ടി ചിരിച്ചുകൊണ്ട് ചാടി, ഉമ്മാനനുസരിക്കാതെ ഓടി വെള്ളത്തിൽ ചാടി, ചളിയിലൊക്കെ ചാടി കുളിക്കുന്ന ഒരു മോനാലോചിച്ച് നോക്കൂ. ഉമ്മ പറയില്ലേ ലാസ്റ്റ്, നീ ഇങ്ങോട്ട് കയറി വരുമല്ലോ ലാസ്റ്റ്, നിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ല, അപ്പം ഞാൻ തരാം എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ മടക്കം ഇങ്ങോട്ടാണ്. നിങ്ങൾ കളിച്ചോ, നിങ്ങൾ എന്ത് തോന്നിവാസവും കളിച്ചോ ദുനിയാവിൽ, അതിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ സംവിധാനങ്ങളും ഈ പ്രവാചകന്മാരും ഈ ഉത്ബോധനങ്ങളും ഈ വേദഗ്രന്ഥങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ താന്തോന്നികളായി ജീവിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് തന്നെയാണ്. ചെയ്തോന്ന് മാത്രമല്ല, പ്രവാചകന്മാരോടും പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകർക്ക്, അഥവാ ദീനിൻ്റെ ദായിമാരായിട്ടും അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ വീട്ടിലും നാട്ടിലൊക്കെ കുടുംബത്തിലൊക്കെ ദീനനുസരിച്ച് ജീവിക്കുകയും അത് സന്തോഷത്തോടെ തൻ്റെ കുടുംബത്തിലും അയൽവാസികൾക്കും നാട്ടുകാർക്കൊക്കെ ദീന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോടും പറയുന്നത്, നിങ്ങൾ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇക്റാഹ ഫിദ്ദീൻ, ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതിൽ യാതൊരു ബലാത്കാരമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ആ ഇഷ്ടം അള്ളാഹു ഇഷ്ടപ്പെട്ട് അള്ളാഹുവോടുള്ള ഖുശൂഅന്റെ തഖ്വയുടെ പേരിൽ ഒരാൾ ദീനനുസരിച്ച് ജീവിച്ചാൽ അയാൾക്ക് നല്ലത്. അതല്ല താൻ തോന്നിയിട്ട് ജീവിച്ചാൽ ലാസ്റ്റ് പറയാണ് കട്ടായം, ഫൈനൽ. ഇന്ന ഇലൈന ഇയാബഹും, ഇങ്ങോട്ടാണ് വരാനുള്ളത്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, ഹിസാബിൻ്റെ ജോലിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഹിസാബിനെയാണ് പ്രിയമുള്ളവരെ. ഹിസാബ്, ഈ ഹിസാബ് എന്നുള്ള വാക്കിനെ നമ്മൾ നാട്ടിൽ ഇപ്പം ഹാസൂബ് എന്നാണ് കമ്പ്യൂട്ടറിന് പറയാം. എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കണക്ക് കൂട്ടുന്നതിനാണ്. ഒരു ടാലി ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ അക്കൗണ്ടൻ്റ് ഒരു അക്കൗണ്ട്സ് ക്ലിയർ ആക്കി ലാസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ട് ടാലി ആക്കുമല്ലോ.
അതുപോലെ കണക്ക് എല്ലാറ്റിൻ്റെയും ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. അളവ് ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം അള്ളാഹുവിൻ്റെ ശബ്ദമാണ്. എൻ്റെ ശബ്ദമല്ല ഞാൻ പറയുന്നത്, അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹിൻ്റെ കലാമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കലാം നിങ്ങൾ കേൾക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലമുള്ള കാര്യമാണ്. നിങ്ങൾ അള്ളാഹിൻ്റെ അടുക്കുന്ന കൂലി മേടിക്കുന്ന, കൂലി കിട്ടുന്ന കാര്യമാണ്. ഇതേ അവസ്ഥയിൽ നമ്മൾ വേറെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ വരവ് വെക്കുന്നുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും അള്ളാഹു കണക്കാക്കിയ ശേഷം അതിൻ്റെ വിചാരണ നടത്തുന്ന സന്ദർഭമാണ്. അന്ന് ചില മുഖങ്ങൾ ഹാപ്പി ആവില്ല, ചില മുഖങ്ങൾ പേടിച്ചരേണ്ടതായിരിക്കും, ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും വളരെ സന്തോഷത്തോടെ അള്ളാഹിൻ്റെ മുമ്പിൽ പ്രസന്ന മുഖങ്ങളുമായിട്ട് ഈ പറഞ്ഞ സുന്ദരമായ സ്വർഗീയ ആരാമങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹുവിനെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ.